പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണെങ്കിൽ കൂടി ഈ വർഷം അത് നല്ലപോലെ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ വർഷം നമുക്ക് പ്രാക്ടിക്കൽസ് വരുന്ന സമയത്ത് ഒരുപാട് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന ഒരാശയം, എന്തിനാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് control statements are used to change the normal execution sequence of the program. Used to change. നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ചേഞ്ച് ചെയ്യുന്നു. എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ്. ആരുടെ നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ്? ഓഫ് ദി പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ് ചേഞ്ച് ചെയ്യാനാണ് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ, അതായത് പാർട്ട് 2-ൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. 2 നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ പ്രോഗ്രാം അല്ല, നമ്മളൊരു കൺസെപ്റ്റ്, ഒരു ആശയമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതാദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ലൈനാണ്. നമുക്കറിയാം ഹാഷ് ഇൻക്ലൂഡ് IOStream ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ നെയിം സ്പേസ് സ്റ്റേറ്റ്മെൻറ്റ്, നെയിം സ്പേസ് STD ആണെന്ന് പറയുന്നു. ദെൻ മെയിൻ ഫംഗ്ഷൻ, നമ്മൾ അതിൻ്റെ ഹെഡർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, കർലി ബ്രാക്കറ്റ്സ്. ദെൻ ഡിക്ലറേഷൻ ഇൻറ്റ് നമ്പർ 1 നമ്പർ 2 ദെൻ സം. ദെൻ അടുത്തത് cout, ദെൻ cin. അത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ് സം ഈസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2. ദെൻ എന്ത് ചെയ്യുന്നു? അത് ഔട്ട്പുട്ട് ചെയ്യുന്നു. ദെൻ റിട്ടേൺ 0 ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി, എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് നമ്പർ കാണാം. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അങ്ങനെ പോയി നമ്മളെവിടെ എത്തി? 14th, ദെൻ 15th. അപ്പോൾ ഈ കാണുന്ന ഇതേ ഓർഡറിൽ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ ലൈൻ, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ആ രൂപത്തിലാണ് നമ്മുടെ പ്രോഗ്രാം സാധാരണഗതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ഒരു എക്സിക്യൂഷൻ രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, അത് കഴിഞ്ഞാൽ മൂന്നാമത്തതിലേക്ക്, അത് കഴിഞ്ഞാൽ 4, ദെൻ 5, 6, ആ രൂപത്തിൽ കണ്ടിന്യൂസ് ആയി എന്ത് ചെയ്യുന്നു? താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ത് പറയുന്നത്? നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്ക് ഈ പറയുന്ന നോർമൽ എക്സിക്യൂഷൻ സീക്വൻസ്, ഈ പറഞ്ഞ ആ ഒരു രീതി നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ നോർമൽ എക്സിക്യൂഷൻ രീതിക്ക്, എക്സിക്യൂഷൻ സീക്വൻസിന് മാറ്റം വരുത്തുന്നതിനാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഈ 5th ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നീട് ഞാൻ പറയുന്നു 7ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട, 10ാമത്തത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ചാൽ അറിയാം.
ഏഴാമത്തെയും എട്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ഈ പറയുന്ന എക്സിക്യൂഷൻ സീക്വൻസ്, ആ ഓർഡറിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. എന്തുപയോഗിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആരൊക്കെയാണ് ആ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും, രണ്ടാമത്തേത് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിന് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് രണ്ടാളുകളാണുള്ളത്. ഒന്ന് ഇഫ് എന്ന് പറയും, രണ്ടാമത്തേത് സ്വിച്ച് എന്ന് പറയും, ഇഫും സ്വിച്ചും. അപ്പോൾ രണ്ട് തരത്തിലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ C++ ലാംഗ്വേജിലുള്ളത്. ഒന്നാമത്തേത് ഇഫ്, രണ്ടാമത്തേത് സ്വിച്ച്. ഇനി ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് മൂന്നെണ്ണമാണ് C++ലുള്ളത്. ഒന്നാമത്തേതാണ് വൈൽ ലൂപ്പ് അല്ലെങ്കിൽ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. രണ്ടാമത്തേത് ഡു വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. മൂന്നാമത്തേത് ഫോർ അല്ലെങ്കിൽ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ രണ്ട് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളും മൂന്ന് ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ളത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒന്നാമത്തെ കാറ്റഗറിയാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിൽ സെലക്ട് ഓർ സ്കിപ്പ്. അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലേ? ആരെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നത്? വൺ ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റുകളെ ആകാം. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കിപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അപ്പോൾ അതിനർത്ഥം ഒരു കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തി, ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരിക്കും, ആ കണ്ടീഷൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ചില സ്റ്റേറ്റ്മെൻറ്റുകളെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിൽ സെലക്ട് ഓർ സ്കിപ്പ്. അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? ചില സ്റ്റേറ്റ്മെൻറ്റുകളെ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ, ഒരു കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഒരു കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തി ചില സ്റ്റേറ്റ്മെൻറ്റുകളെ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് ഇഫ് എന്ന് പറയും, രണ്ടാമത്തെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച്. അപ്പോൾ ഒന്നാമത്തെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ഇഫ് എന്നെഴുതി, അതിനുശേഷം നമ്മുടെ പാരന്തസിസ് ഓപ്പൺ ചെയ്തു, ദെൻ ഇവിടെ എഴുതി ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ പാരന്തസിസ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മളിവിടെ കണ്ടീഷൻ എന്നുകൂടി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാനത്ത് വരുന്നത് ഏതെങ്കിലും ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, റിലേഷണൽ എക്സ്പ്രഷൻസിൻ്റെ എല്ലാ ഔട്ട്പുട്ടുകളും ഒന്നില്ലെങ്കിൽ ട്രൂ എന്നായിരിക്കും അല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും. അപ്പോൾ അതിനുശേഷം ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ദെൻ പാരന്തസിന് ശേഷം നമ്മൾ ബ്രേസസ്, കർലി ബ്രേസസ് നമ്മൾ ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, ദെൻ ആ കർലി ബ്രാക്കറ്റ്സ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് രൂപം. ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ബേസിക് രൂപം ഇതാണ്. അപ്പോൾ ഇഫ് എന്നുള്ള കീവേഡ് എഴുതി പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ പാരന്തസിസ് ക്ലോസ്, കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നു, അതിനുശേഷം നമ്മൾ ആ ഓപ്പൺ ചെയ്ത കർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു,
ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന ആളാണ് ഏതെങ്കിലും ഒരു റിലേഷണൽ എക്സ്പ്രഷൻ. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇഫ് ഇറ്റ് ഈസ് ഫാൾസ്, റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് പറഞ്ഞത്? ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഒന്നല്ലെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ എന്താവാം? ഫാൾസ് ആവാം. അപ്പോൾ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യും. ഈ പറയുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ സ്കിപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെ നിന്ന് ഇത് ഫാൾസ് ആവുകയാണെങ്കിൽ നേരെ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എവിടേക്ക് വരും? ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരും. അപ്പോൾ ഇവിടെ എന്താണോ എഴുതിയത് അത് പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഹാഷ് ഇൻക്ലൂഡ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് STD, മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ ഹെഡർ എഴുതി, കർലി ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ ഒരു മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ഡിക്ലെയർ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ്. ദെൻ യൂസറിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു സി ഔട്ട് എൻ്റർ എ മാർക്ക്. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റർ എ മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ് എന്ത് ചെയ്യും? നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാം. ദെൻ യൂസർ ഒരു മാർക്ക് എൻ്റർ ചെയ്യുന്നു. അത് നമ്മൾ പിന്നെ സി ഇൻ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ദെൻ ഇനിയാണ് നമ്മളിവിടെ ഈ പറയുന്ന ഇഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിൻടാക്സ് ഓർക്കുക, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, അതിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഈ ഒരു കാര്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്ത് തരം എക്സ്പ്രഷനാണ്? ഇറ്റ്സ് എ റിലേഷണൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യുന്ന എന്താണ്? മാർക്ക് എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്, ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 18നേക്കാട്ടിലും കൂടുതലാണോ അതോ ഈക്വൽ ആണോ എന്നുള്ള ഒരു കേസാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ മാർക്കിൻ്റെ ഉള്ളിൽ 18ൽ കൂടുതലുള്ള ഒരു നമ്പറാണ് അല്ലെങ്കിൽ ഒരു മാർക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് മാറും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മാർക്ക് എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് ഞാൻ എന്ത് എൻ്റർ ചെയ്തു? 25 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെക്ക് ചെയ്യുന്നത്? മാർക്കിന് ഉള്ളിൽ 25 ഉണ്ട്. അപ്പോൾ 25 > 18 എന്നായിരിക്കും വരിക. അപ്പോൾ കണ്ടീഷൻ ഈസ് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നേരെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്, താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സി ഔട്ട് എന്ത് ചെയ്യുന്നു? പാസ്ഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ നമ്മുടെ മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? അല്ലെങ്കിൽ സ്ക്രീനിൽ എന്താണ് കാണുക? നിങ്ങൾ 18ൽ കൂടുതൽ ഒരു മാർക്ക് നിങ്ങൾ ഇൻപുട്ടായി നൽകുകയാണെങ്കിൽ ഈ പ്രോഗ്രാം എന്തായിരിക്കും ഔട്ട്പുട്ട് നൽകുന്നത്? പാസ്ഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് നൽകുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഫാൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഫാൾസ് ആണെങ്കിൽ ഒരിക്കലും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നേരത്തെ സിൻടാക്സിൽ കണ്ട ആ ഒരു കർലി ബ്രാക്കറ്റ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിനുള്ള കാരണം, ആ കർലി ബ്രാക്കറ്റ്സ് നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ആ ഇഫ് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇവിടെ നിലവിൽ എന്തേ ഉള്ളൂ? ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇഫിൻ്റെ ഭാഗമായിട്ടുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു
സ്ട്രിങ്, ഈ കാണുന്ന സ്ട്രിങ് ആണ് ഇവിടെ കാണുന്നത്, എൻ്റർ എ മാർക്ക്. അപ്പോൾ ഞാൻ മാർക്ക് എൻ്റർ ചെയ്തു, 34 എന്ന് എൻ്റർ ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, വന്ന ആൻസർ എന്താണ്? പാസ്ഡ്. എന്തുകൊണ്ടാണ് പാസ്ഡ് എന്ന് വന്നത്? ഇവിടെയുള്ള ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് മാറി. അങ്ങനെ ട്രൂ ആയിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യപ്പെടും. സോ ഇവിടെ പാസ്ഡ് എന്ന് വന്നു. ഇതൊന്നുകൂടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ മറ്റൊരു റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിവിടെ 12 എന്നടിച്ചു. ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ എന്തായി? റിസൾട്ട് ഒന്നും വന്നില്ല. കാരണം എന്താണ്? അത് പ്രോഗ്രാമിൻ്റെ എററൊന്നുമല്ല. എന്താ കാരണം? ട്രൂ ആയാൽ മാത്രമേ ഈ CO2 വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ 12 എന്നാണ് അടിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ 12 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക. സോ 12 > 18 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്തായി മാറും? ഫാൾസ് ആയിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെ ഒന്നും വരികയില്ല, കാരണം വേറെ നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഔട്ട്പുട്ടൊന്നും വരില്ല. അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേറെ ഒരു വേർഷനാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു എൽസ് പാർട്ട് കൂടി അധികമായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഒരു സിൻടാക്സ് പറഞ്ഞതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതി, നേരത്തെ കണ്ട പോലെ തന്നെ ഇഫ് എന്ന് പറയുന്ന കീവേഡ് നമ്മുടെ പാരന്തസിസ് ഓപ്പൺ ചെയ്തു. നേരത്തെ കണ്ട പോലെ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതി പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു. കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ദെൻ സെമിക്കോളൻ, ആ ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇതാണ് മാറ്റം. എൽസ് എന്ന് പുതിയൊരു സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എന്ന് എഴുതി. ദെൻ ആ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും പോർഷനാണ് അധികമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഇത്രയും പോർഷൻ നമ്മളെ ഇഫിനകത്ത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. ഇവിടെ വരുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിലോ ഫാൾസ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോയിന്റ് വെച്ച് തന്നെ നമുക്ക് ഊഹിക്കാം, ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഈ പറയുന്ന റിലേഷണൽ എക്സ്പ്രഷൻ, ഈ ഭാഗത്ത് വരുന്ന ആ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ആരാണ് എക്സിക്യൂട്ട് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്ലോക്ക് 2 എന്ന് പറയുന്ന ആളെ നമ്മൾ സ്കിപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല? എക്സിക്യൂട്ട് ചെയ്യില്ല എന്നർത്ഥം. എപ്പോൾ? ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ. റൈറ്റ്. ഇനി അടുത്ത കേസ്, ഈ പറയുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്തായി മാറി? ഫാൾസായി മാറി എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം ഫാൾസ് എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആരെ സ്കിപ്പ് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1നെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ അതിനർത്ഥം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രമേ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. റിസൾട്ട് ട്രൂ ആണെങ്കിൽ ആരായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ബ്ലോക്ക് 2വിനെ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. ഇനി ഇതേ സ്റ്റേറ്റ്മെൻറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫാൾസായി മാറി. അപ്പോൾ നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? ബ്ലോക്ക് 2, അതായത് എൽസ് പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക. ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. ബ്ലോക്ക് 1നെ എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ അധികമായി ആര് വന്നു? ഒരു എൽസ് പാർട്ട് വന്നു എന്ന് മാത്രം.
അപ്പോൾ എൽസ് പാർട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഫാൾസ് എന്ന് പറയുന്ന കേസ് കൂടി കൺസിഡർ ചെയ്യാനാണ്. വെറും ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ ട്രൂ കേസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ പറയുന്ന ഫാൾസ് കേസ് നമ്മൾ നോക്കുന്നേയില്ല. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ എന്താണ് മാറ്റം? ട്രൂ ആകുമ്പോഴും നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാം, ഫാൾസ് ആകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിൻടാക്സും പ്രവർത്തനവും. ഇനി നമുക്കിത് മനസ്സിലാക്കുന്നതായി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ പ്രോഗ്രാം നമ്മൾ നേരത്തെ കണ്ട സെയിം പ്രോഗ്രാം തന്നെയാണ്. ആകെ വന്ന ഒരു മാറ്റം ഇവിടെ ഒരു എൽസ് പാർട്ട് വന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പാസ്ഡ്, അതായത് 18-ൽ കൂടുതലാണോ എന്ന് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ 18-ൽ കൂടുതലുണ്ടെങ്കിൽ പാസ്ഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നു, ദെൻ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു. ഇവിടെ ഒരു എൽസ് പാർട്ട് കൂടി നമ്മൾ എന്ത് ചെയ്തു? അധികമായിട്ട് ചേർത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ വരുന്ന മാറ്റം? ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇൻറ്റ് മാർക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, മാർക്ക് എൻ്റർ ചെയ്യുന്നു. അതെവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തു? മാർക്ക് എന്ന പേരുള്ള ഈ വേരിയബിളിനകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്തു. നമ്മൾ ചെക്ക് ചെയ്യുന്നു ആ മാർക്ക് 18 അതിൽ കൂടുതലാണോ? ആണെങ്കിൽ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ പ്രകാരം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇതാണെന്ത്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സി ഔട്ട് വർക്ക് ചെയ്യും, പാസ്ഡ് എന്ന് കാണും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പാസ്ഡ് എന്ന് പറയുന്ന റിസൾട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് വർക്ക് ചെയ്യില്ല? എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. എൽസ് പാർട്ട് വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്? ഈ കണ്ടീഷൻ, ഇവിടെ എഴുതിയ കണ്ടീഷൻ്റെ റിസൾട്ട് എന്തായി മാറണം? ഫാൾസ് ആയിട്ട് മാറണം. അങ്ങനെ ഫാൾസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ആയിരിക്കില്ല എക്സിക്യൂട്ട് ചെയ്യുക. ആരായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ ഞാൻ 22 എന്ന് എൻ്റർ ചെയ്തു, ഇവിടെ 22 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായി മാറും? 22 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങളെന്ത് കാണും? സ്ക്രീനിൽ പാസ്ഡ് എന്ന് കാണും. ഇനി ഞാൻ വീണ്ടും റൺ ചെയ്തു, മാർക്കിലേക്ക് എൻ്റർ ചെയ്തത് 8 ആണെന്ന് വിചാരിക്കുക. വീണ്ടും ഇവിടെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും, മാർക്കിൻ്റെ ഉള്ളിൽ 8 ആണുള്ളത്. 8 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം അത് തെറ്റാണ്. അതർത്ഥം അത് ഫാൾസ് ആണ്. ഫാൾസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഫെയിൽഡ് എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും പുറത്തേക്ക് വരിക. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള എൽസിഫ് ലാഡറാണ്. അപ്പോൾ എൽസിഫ് ലാഡർ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ ഇഫ് എൽസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഇഫ് എൽസ് മനസ്സിലായ ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എൽസിഫ് ലാഡർ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യമായി ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് പരിശോധിക്കാം. ഇഫ് കീവേഡ് എഴുതി ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ 1, ഒന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ. നമ്മളെ കർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, ഒന്നാമത്തെ, അതായത് ഇഫിൻ്റെ തോടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒന്നാമത്തെ ബ്ലോക്ക്. ദെൻ ആ ഒരു ബ്രേസസ്, കർലി ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. എൽസ് എന്നെഴുതി. ദെൻ അതിനുശേഷം വീണ്ടും അവിടെ വരുന്നത് ഒരു ഇഫാണ്. നമ്മൾ ഇഫ് എൽസ് പഠിച്ച സമയത്ത് ഇഫ് ഇവിടെ എഴുതി, അത് കഴിഞ്ഞാൽ ഉടനെ എൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എൽസിഫ് ലാഡറിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എൽസിഫ് ലാഡറിനകത്ത് വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ കൂടി ഉണ്ടായിരിക്കും. ഒന്നല്ല, അങ്ങനെ എത്ര ഇഫ് കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എൽസിഫ്, ദെൻ ശ്രദ്ധിക്കുക ടെസ്റ്റ് എക്സ്പ്രഷൻ 2. വീണ്ടും നമ്മൾ കർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2, റൈറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ഈ ബ്രേസസ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ബ്രേസസിൻ്റെ ആവശ്യമില്ല. ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? ഈ കർലി ബ്രേസസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അത് ആ ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ദെൻ 3 ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഡോട്ടിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം എന്താണ്? ഇത്തരത്തിൽ ഇപ്പോൾ എഴുതിയ പോലെയുള്ള എൽസിഫ് കണ്ടീഷൻസ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് താഴോട്ട് എഴുതാവുന്നതാണ്.
അതിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള അത്രയും എൽസ് ഇഫ് കണ്ടീഷൻസ് ആവശ്യമുണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. അങ്ങനെ എല്ലാ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കും ശേഷം അവസാനം ഒരു എൽസ് കേസ് കൂടി ഉണ്ടായിരിക്കും. റൈറ്റ്. അപ്പോൾ അവിടെയും നമ്മൾ കർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ആ എൽസിനകത്ത് നമുക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാം. അവിടെ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതി അവിടെ എന്താണോ എഴുതേണ്ടത് അത് എഴുതുന്നു. ആ കർലി ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സിൻറ്റാക്സ് എന്ന് പറയുന്നത്, എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻറ്റാക്സ്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതും വളരെ എളുപ്പമാണ്. കാരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇഫ് എൽസ് മനസ്സിലായൊരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് ഇത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കമ്പൈലർ പ്രോഗ്രാം കൺട്രോൾ ഇവിടെ എത്തി ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കറിയാം, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത് റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. റിലേഷണൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. റൈറ്റ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ എൽസ് ഇഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ട്രൂ ആയിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു കമ്പൈലർ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എവിടെ എത്തും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിലേക്ക് എത്തും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിലേക്ക് എത്തും. അങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിനെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രം. ഓക്കെ. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകളിലേക്കോ എൽസ് ഇഫ് കേസുകളിലേക്കോ ഒന്നും തന്നെ പ്രോഗ്രാം കൺട്രോൾ പോകുകയില്ല. നേരെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്മുടെ എൽസ് ഇഫ് ലാഡറിൻ്റെ പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇനി ഇവിടെ ഒന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫാൾസ് ആയി എന്ന് വിചാരിക്കുക. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ റിസൾട്ട് ഫാൾസ് ആയി എന്ന് വിചാരിക്കുക. പ്രോഗ്രാം കൺട്രോൾ നേരെ ഇവിടെ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1ലേക്ക് പോവുകയില്ല. അങ്ങനെ പോകണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം. എന്തായിരിക്കണം? ടെസ്റ്റ് എക്സ്പ്രഷൻ 1ൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കണം. ഇവിടെ ഫാൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് നേരെ എവിടേക്ക് എത്തും? അടുത്ത എൽസ് ഇഫ് കണ്ടീഷനിലേക്ക് എത്തും. അങ്ങനെ ഇത് ചെക്ക് ചെയ്യുന്നു. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. നേരെ പ്രോഗ്രാം കൺട്രോൾ ഈ ബ്ലോക്കിലേക്ക് എത്തുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത എൽസ് ഇഫ് കേസിലേക്ക് പോകുകയില്ല. നേരെ എൽസ് ഇഫ് ലാഡറിൻ്റെ പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ഇതും ഫാൾസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഡോട്ട് ഇട്ടതിൻ്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ ഇനിയും എൽസ് ഇഫ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യപ്പെടും? പ്രോഗ്രാം കൺട്രോൾ എത്തിച്ചേരും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ചുവടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യം, എപ്പോഴാണ് എൽസ് കേസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ വ്യത്യസ്ത ഇഫ് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നിലധികം ഇഫ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസിൻ്റെ എല്ലാം റിസൾട്ട് ഫാൾസായി മാറുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് ഒന്നിലധികം എന്താ പറയുക എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതെല്ലാം തന്നെ ഫാൾസായി മാറി. അപ്പോൾ ആര് വർക്ക് ചെയ്യും? എൽസ് കേസ് വർക്ക് ചെയ്യും. അങ്ങനെ എൽസ് കേസിലെത്തിക്കഴിഞ്ഞാൽ നേരെ പ്രോഗ്രാം കൺട്രോൾ ഈ ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എൽസ് കേസ് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ്? നമ്മുടെ എൽസ് ഇഫ് കണ്ടീഷൻസ് എല്ലാം തന്നെ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസിൻ്റെയും റിസൾട്ട് ഫാൾസായി മാറുകയാണെങ്കിൽ മാത്രമായിരിക്കും എൽസ് കേസ് അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന കാര്യം ആദ്യം ഒന്ന് പറയാം. നമ്മൾ 1ൻ്റെയും 5ൻ്റെയും 1 മുതൽ 5 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്നുള്ളത്
എന്ത് ചെയ്യും, ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനുള്ളൊരു ചെറിയ പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, നെയിം സ്പേസ് നമ്മൾ സ്പെസിഫൈ ചെയ്തു, മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, നമ്പർ എന്ന പേരുള്ള ഒരു വേരിയബിൾ. അതെന്തിനാന്നുള്ളത് എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം. കാരണം നമ്മൾ 1 മുതൽ 5 വരെയുള്ള നമ്പറുകളിൽ ഒരു നമ്പറാണ് എൻ്റർ ചെയ്യുന്നത്, അത് ഇൻറ്റീജറാണ്. അപ്പോൾ നമ്പർ എന്ന പേരുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ യൂസറോട് പറഞ്ഞു എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 5. 1ൻ്റെയും 5ൻ്റെയും ഇടയ്ക്കുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. യൂസർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്പർ എന്നു പേരുള്ള ആ വേരിയബിളിലേക്ക് നമ്മളുടെ ഡാറ്റ, എൻ്റർ ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ദെൻ നമ്മൾ എൽസിഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് അത് ചെക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് കേസ് ഇവിടെ എത്തി, ഇഫ് നമ്പർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആരാണ് ഇസ് ഈക്വൽ ടു എന്ന് നിങ്ങൾക്കറിയാം, ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, നമ്പർ എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇൻ കേസ് അത് 1 ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലും 1 ഉണ്ട്, ഇവിടെയും 1 ആണ്, രണ്ടാമത്തെ ഓപ്പറൻറ്റും 1 ആണ്. അപ്പോൾ അവിടെ 1 ഇവിടെ 1, രണ്ടും ഈക്വലായി. സോ കണ്ടീഷൻ എന്തായി മാറി, ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് മാറി. നേരത്തെ പറഞ്ഞതിന് പ്രകാരം എന്ത് സംഭവിക്കും, നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ നേരെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ആ ബ്രാക്കറ്റ് നമ്മൾ ഇട്ടിട്ടില്ല. ഓരോ എൽസിഫിൻ്റെ ഇടയ്ക്കും നമ്മൾ സിൻടാക്സിൽ കണ്ട ആ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരികയാണെങ്കിൽ അവിടെ എന്തിടേണ്ടി വരും, ബ്രാക്കറ്റ് ഇടേണ്ടി വരും. സോ സി ഔട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്, 1 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്തു. അപ്പോൾ ഇത് ട്രൂ ആയ സ്ഥിതിക്ക് നേരെ എന്ത് ചെയ്യും, പിന്നീട് അടുത്ത എൽസിഫ് കേസിലേക്കൊന്നും നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ പോകുന്നില്ല. നേരെ എവിടെ എത്തും, എൽസിഫ് ലാഡറിൻ്റെ പുറത്തേക്ക് പോകും. അതായത് ഇവിടെ ആയിരിക്കും പിന്നീട് എത്തുക, റിട്ടേൺ 0. അങ്ങനെ പ്രോഗ്രാം അവസാനിച്ചു. ഇനി ആ എൻ്റർ ചെയ്തത് 2 ആണെന്ന് വിചാരിക്കുക. വീണ്ടും ഇവിടെ തന്നെയാണ് വരുന്നത്, നമ്പറിൻ്റെ ഉള്ളിൽ 2 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ കണ്ടീഷൻ ഫാൾസ് ആവും. നേരെ എവിടെ എത്തും, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, അത് സ്കിപ്പ് ചെയ്യും നമുക്കറിയാം. നേരെ എവിടെ എത്തും, അടുത്ത രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് എത്തി. ഇവിടെ അത് ട്രൂ ആവും, കാരണം നമ്മൾ മാച്ച് ചെയ്യുന്നത് 2 ആയിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, 2 എന്ന ഔട്ട്പുട്ട് വരും. ഇനി 3 ആണെങ്കിലോ 3 എന്ന ഔട്ട്പുട്ട് വരും, കാരണം ഇവിടെ നമ്പറിൽ അപ്പോൾ 3 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ 5 എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 5 എന്ന് ഔട്ട്പുട്ട് വരും, കാരണം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ 5 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി എപ്പോഴാണ് ഈ എൽസ് കേസ് വർക്ക് ചെയ്യുന്നത്, നമ്മളിവിടെ 1ൻ്റെയും 5ൻ്റെയും ഈ പറയുന്ന 1 and 5 ഈ ഒരു നമ്പർ, ഈ ഗ്രൂപ്പ് അല്ലാതെ വേറെ ഏത് നമ്പർ എൻ്റർ ചെയ്താലും നമുക്കറിയാം ഒരു ഇഫ് കണ്ടീഷൻസും എൽസ് ഇഫ് കണ്ടീഷൻസും ഇവിടെ ട്രൂ ആയി വരികയില്ല. അപ്പോൾ ആരായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, എൽസ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ 6 എന്ന് എൻ്റർ ചെയ്തു, 6 എന്ന് എൻ്റർ ചെയ്തു, നമ്മളിവിടെ എവിടെ അത് ചെക്ക് ചെയ്തിട്ടില്ല. സോ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും എന്ത് സംഭവിക്കും, ഫാൾസ് ആവും. അപ്പോൾ ആര് വർക്ക് ചെയ്യും, ഇവിടെ ഇൻവാലിഡ് ഇൻപുട്ട്, എൽസ് വർക്ക് ചെയ്യും. ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പറയുന്ന സ്ട്രിങ് നമുക്ക് സ്ക്രീനിൽ കാണാം. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ എന്താണ് 1 and 5 അല്ലേ, 1ൻ്റെയും 5ൻ്റെയും ഇടയിൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റർ ചെയ്തു 4. ഓക്കെ, ഔട്ട്പുട്ട് എന്താ വരുന്നത് ശ്രദ്ധിക്കാം. എന്താണ് വന്നത്, 4 എന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്താണ്, സംഭവിച്ച കാര്യം ഇവിടെ ഈ കണ്ടീഷനാണ് ട്രൂ ആയത്. ഞാൻ എൻ്റർ ചെയ്തത് 4 ആണ്, 4 ഈക്വൽ ടു 4. ഈ കണ്ടീഷൻ ട്രൂ ആയി. എന്താണ് സ്ക്രീനിൽ വന്നത്, 4 എന്ന് വന്നു. ഓക്കെ, ഇനി ഇതേ പ്രോഗ്രാം തന്നെ ഒന്നുകൂടി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. റൈറ്റ്, എന്ത് ചെയ്തു, നമ്മൾ എൽസ് കേസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനിവിടെ 7 എന്നടിച്ചു. നമ്മളോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞത് 1ൻ്റെയും 5ൻ്റെയും ഇടയ്ക്കുള്ള നമ്പറാണ്, ഞാൻ പക്ഷേ എൻ്റർ ചെയ്ത് 7 ആണ്. എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഈ എൽസ് കേസ് വർക്ക് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഇഫ് കണ്ടീഷൻസും ഇവിടെ മാച്ച് ആവുകയില്ല, കാരണം ഇവിടെ 7 ആണ് എൻ്റർ ചെയ്തത്. അപ്പോൾ എന്ത് വന്നു, ഇൻവാലിഡ് ഇൻപുട്ട് എന്നുള്ള
ആ ഒരു റിസൾട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് കാണാം. സ്വിച്ച് എന്നുള്ള കീവേഡ്, ദെൻ എക്സ്പ്രഷൻ. എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു, കേസ് കോൺസ്റ്റൻറ്റ് 1 അല്ലേ, കേസ് കോൺസ്റ്റൻറ്റ് 1. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, ദെൻ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ്. വീണ്ടും നമ്മൾ എഴുതി കേസ് കോൺസ്റ്റൻറ്റ് 2 എന്നെഴുതി ആ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2, ദെൻ അഗെയിൻ ബ്രേക്ക് കീവേഡ്. അടുത്തത് ആസ് യൂഷ്വൽ അടുത്ത കേസ് കോൺസ്റ്റൻറ്റ് 3 ആവും, ബ്ലോക്ക് 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, ദെൻ വീണ്ടും ബ്രേക്ക്. ഈ ഡോട്ട്സിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നേരത്തെ എൽസിഫ് ലാഡർ കണ്ട സമയത്ത് നിങ്ങൾക്കറിയാം. എന്താണ്, ഇത്തരത്തിലുള്ള എത്ര കേസ് കോൺസ്റ്റൻറ്റുകൾ വേണമെങ്കിലും ഒരു സ്വിച്ചിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഡോട്ട്സ് ഇട്ടിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഏറ്റവും അവസാനം ദർ വിൽ ബി എ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എൽസിഫ് ലാഡറുമായി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അവസാനം ഏറ്റവും അവസാനത്തിൽ ഒരു എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ഡിഫോൾട്ട് എന്ന് പറയുന്ന സെക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ നമുക്ക് ലഭിക്കും. ആ വാല്യൂവിനെ ഈ ഓരോ കേസ് കോൺസ്റ്റൻറ്റുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂവും കോൺസ്റ്റൻറ്റ് 1 എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ള വാല്യൂവും തമ്മിൽ മാച്ച് ചെയ്യുന്നു എന്നോട് ഉദ്ദേശിക്കുന്നത് രണ്ടും തുല്യമാണോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന ആ വാല്യൂവും ഈ കോൺസ്റ്റൻറ്റ് 1ഉം ഈക്വൽ ആണെങ്കിൽ, അങ്ങനെ ഈക്വലായി വരികയാണെങ്കിൽ ആ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ നേരെ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റൻറ്റ് 1 എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂവുമായിട്ട് നമ്മൾ ആ എക്സ്പ്രഷൻ്റെ വാല്യൂ മാച്ച് ചെയ്യുന്നു. രണ്ടും തുല്യമാണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഒന്ന് തന്നെയാണെങ്കിൽ ഈ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് നേരെ താഴെ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ബ്രേക്ക് എന്നുള്ള ആ ഒരു കീവേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും, ആ പ്ലേസിൽ നിന്നും നേരെ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ഇനി ഇത് മാച്ചായില്ല എന്ന് വിചാരിക്കാം, കോൺസ്റ്റൻറ്റ് 1 മാച്ചായില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യും, ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ കേസുമായിട്ടാണ്. കോൺസ്റ്റൻറ്റ് 2 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് മാച്ച് വരികയാണെങ്കിൽ, രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 വിൽ ബി എക്സിക്യൂട്ടഡ്. ദെൻ ബ്രേക്ക് എന്ന് പറയുന്ന ആ കീവേഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, സ്വിച്ചിൽ നിന്നും നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് പോകും. ഇനി അതും മാച്ചായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കോൺസ്റ്റൻറ്റ് 3 ആയിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ ആ കമ്പാരിസണിൽ രണ്ടും ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ ഓരോ കോൺസ്റ്റൻറ്റുമായിട്ടും ഇത് കമ്പയർ ചെയ്യാണ്. അപ്പോൾ കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഈക്വാലിറ്റി കണ്ടീഷൻ മാത്രമാണ് ചെക്ക് ചെയ്യപ്പെടുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻ ആകുമ്പോൾ നമ്മൾക്കറിയാം ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട് കമ്പാരിസൺ. പക്ഷെ അതിൽ ആ ഈക്വാലിറ്റി കണ്ടീഷൻ മാത്രമാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ എത്ര കേസ് കോൺസ്റ്റൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ എഴുതാവുന്നതാണ്. ഏതെങ്കിലും ഒരു കേസ് കോൺസ്റ്റൻറ്റ് മാച്ച് ആവുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇനി എന്താണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡിൻ്റെ പ്രസക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ബ്രേക്ക് എന്ന് പറയുന്ന ഈ കീവേഡ് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ ഇത് എഴുതിയില്ലെങ്കിലും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് പ്രത്യേകിച്ചൊരു എറർ ഒന്നും വരികയില്ല. പക്ഷേ ബ്രേക്കിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസ് കോൺസ്റ്റൻറ്റ് മാച്ചായി അതിൻ്റെ കറസ്പോണ്ടിങ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് നമ്മുടെ പ്രോഗ്രാം കൺട്രോളറിനെ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡിനെ ഉപയോഗിക്കുന്നത്. ഇവിടെ ആ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് ഇല്ലെങ്കിൽ ഇവിടെ മാച്ചിങ് സംഭവിച്ചു, ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, വീണ്ടും എന്ത് സംഭവിക്കും, അടുത്ത കേസിലേക്ക് കമ്പയർ പോവും, അവിടെ വീണ്ടും കമ്പയർ ചെയ്യും. ഇതിനത് കമ്പാരിസൺ ഫാൾസ് ആണ്, രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ എന്ത് സംഭവിക്കും, അടുത്ത കേസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കേസ് കോൺസ്റ്റൻറ്റ് മാച്ചായി കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നീട് വീണ്ടും അടുത്ത കേസ് മാച്ച് ചെയ്യേണ്ട ഒരാവശ്യം സാധാരണഗതിയിൽ വരാറില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡുകൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് വേണമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിന് ശേഷവും നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എററൊന്നും വരുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ അനാവശ്യമായി വീണ്ടും അടുത്ത കേസ് കോൺസ്റ്റൻറ്റുകൾ മാച്ച് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ബ്രേക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ഇല്ലാതെയും ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ പ്രോഗ്രാമിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊണ്ടാണ് അവിടെ ബ്രേക്ക് നമ്മൾ വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ പറയുന്ന ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നേരത്തെ എൽസി ഫ്ലാഡൽ പറഞ്ഞ പോലെ ഒരുപാട് കേസ് കോൺസ്റ്റൻറ്റുകളുണ്ട്. ഒരു കേസും നമ്മുടെ എക്സ്പ്രഷനുമായിട്ട് മാച്ചായില്ല എന്ന് വിചാരിക്കാം. ഇവിടെ കോൺസ്റ്റൻറ്റ് 1, കോൺസ്റ്റൻറ്റ് 2, കോൺസ്റ്റൻറ്റ് 3, കോൺസ്റ്റൻറ്റ് 4 അങ്ങനെ കുറേ കോൺസ്റ്റൻറ്റുകളുണ്ട് എന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യാം. അതിലൊരു കോൺസ്റ്റൻറ്റുകളും ഈ എക്സ്പ്രഷൻ ഇവിടെ ലഭിച്ച വാല്യൂവുമായിട്ട് മാച്ചായില്ല, രണ്ടും ഈക്വൽ ആയില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഡിഫോൾട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഡിഫോൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു കേസ് കോൺസ്റ്റൻറ്റെങ്കിലും മാച്ചായി കഴിഞ്ഞാൽ പിന്നീട് ഡിഫോൾട്ടിന് പ്രസക്തിയില്ല. അപ്പോൾ ഡിഫോൾട്ട് എന്ന് പറയുന്നതും ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു സംഗതിയാണ്, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഉദാഹരണം വെച്ചുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം നേരത്തെ എൽസി ഫ്ലാഡറിൽ നമ്മൾ പരിചയപ്പെട്ട അതേ പ്രോഗ്രാം തന്നെയാണ്. 1 മുതൽ 5 വരെയുള്ള നമ്പറുകൾ എൻ്റർ ചെയ്യും. ആ നമ്പർ ടെക്സ്റ്റായി എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ അത് സ്വിച്ച് വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നമ്പർ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇവിടെ നമ്മളോട് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. 1 മുതൽ 5 വരെയുള്ള നമ്പറുകൾക്കിടയിൽ ഒരെണ്ണം എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് എൻ്റർ ചെയ്യുന്നു. നമ്പർ എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ നേരെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ്പ്രഷൻ എന്നെഴുതിയ ആ സ്ഥലത്ത് നമ്മൾ എഴുതിയത് ആ വേരിയബിളിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ എക്സ്പ്രഷൻ സിൻടാക്സിനകത്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇറ്റ് ക്യാൻ ബി എ വേരിയബിൾ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ അരിത്മാറ്റിക് എക്സ്പ്രഷനാണ് സാധാരണഗതിയിൽ അവിടെ എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വേരിയബിളാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. 3 ആണെന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, 3 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കേസിലേക്ക് നമ്മളെത്തി. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണ്, ഇവിടെ 1 എന്നാണ്. അപ്പോൾ നമ്പറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത് 3 ആണ്, ഇവിടെ 1. അപ്പോൾ നമുക്കറിയാം രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, നേരെ അടുത്ത കേസിലേക്ക് പോയി. ഇവിടെ എത്തുമ്പോൾ എന്തായി, അത് 2, അതും മാച്ചല്ല. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. വീണ്ടും അപ്പോൾ നേരെ കേസ് 3ലേക്ക് എത്തി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 3 ആണ്, നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലും 3 ആണ്. സോ ഈ കേസ് ഈക്വലായി, മാച്ചായി.
അപ്പോൾ കേസ് മാച്ച് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, സി ഔട്ട് 3. അപ്പോൾ സ്ക്രീനിൽ എന്ത് കാണാം, 3 എന്ന് കാണാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ആര് എക്സിക്യൂട്ട് ചെയ്യപ്പെടും, ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ നിന്നും നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എക്സിറ്റായി എവിടെ എത്തും, ഇവിടെ എത്തും. സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോന്നു. പിന്നീട് അവിടെ റിട്ടേൺ 0 മാത്രമേ ഉള്ളൂ. റിട്ടേൺ 0 എക്സിക്യൂട്ട് ചെയ്യുന്നു, പ്രോഗ്രാം അവസാനിക്കുന്നു. അപ്പോൾ ബ്രേക്ക് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്താണ്, ഇത് മാച്ചായി കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, ഔട്ട്പുട്ട് കണ്ടു, വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ അടുത്ത കേസിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വീണ്ടും അനാവശ്യമായി അടുത്ത കേസ് മാച്ച് ചെയ്യേണ്ട എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മളവിടെ എന്ത് ഉപയോഗിച്ചത്, ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡിനെ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി എപ്പോഴാണ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു കേസും മാച്ചായില്ലെങ്കിൽ ഞാനിവിടെ 6 എന്ന് എൻ്റർ ചെയ്താൽ ആര് വർക്ക് ചെയ്യും, ഡിഫോൾട്ട് വർക്ക് ചെയ്യും. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 എൻ്റർ ചെയ്തു. ഓക്കെ, എന്ത് വന്നു, 3. ആ 3 വരാനുള്ള കാരണം ഇപ്പം നമ്മളിവിടെ പറഞ്ഞു. ഇനി ഡിഫോൾട്ട് കേസ് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാനിവിടെ 7 എന്നാണ് അടിച്ചത്, പക്ഷേ എൻ്റർ ചെയ്യാൻ പറഞ്ഞത് 1 ബിറ്റ്വീൻ 1 and 5 എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റർ അടിച്ചു, ഇൻവാലിഡ് ഇൻപുട്ട്. കാരണം എന്താണ്, ഇവിടെയുള്ള ഒരൊറ്റ കേസ് കോൺസ്റ്റൻറ്റുകളും ഈ 7 എന്ന് പറയുന്ന വാല്യൂമായിട്ട് മാച്ച് ആവുന്നില്ല. ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യും, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. കറസ്പോണ്ടിങ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു, ഇൻവാലിഡ് ഇൻപുട്ട്.